എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പവിത്രം സീസൺ 2 വിക്രത്തിൻ്റെയും വേദയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ശ്രീകാന്തിൻ്റെ ചതിയിലകപ്പെടുന്ന വിക്രവും വേദയും രണ്ട് വഴിക്ക് പിരിയുകയാണ്. വിക്രം ജയിലിലാവുകയാണ്. വിക്രത്തിന് അനുകൂലമായി കേസ് വാദിക്കാനായിട്ട് വേദയുടെ അച്ഛൻ ശങ്കരനാരായണനും വിക്രത്തിന് പ്രതികൂലമായി നിൽക്കാനായിട്ട് ദർശനുമാണ് കോടതിയിൽ ഹാജരാകുന്നത്. ദർശനെ ശ്രീകാന്തിൻ്റെ ഭാഗത്താക്കിയിരിക്കുകയാണ്. ശ്രീകാന്തിൻ്റെ കൈകൊണ്ടാണ് ദർശൻ്റെ അച്ഛൻ ചന്ദ്രശേഖരൻ മരിക്കുന്നതെങ്കിലും ആ സത്യം മറച്ചു വെച്ചുകൊണ്ട് അതിനുള്ള എല്ലാ തെളിവുകളും നിരത്തിക്കൊണ്ട് വിക്രമാണ് ദർശൻ്റെ അച്ഛനെ കൊന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ദർശനെ ശ്രീകാന്തിൻ്റെ കൂടെ നിർത്തുന്നത്. പക്ഷേ ഇതെല്ലാം അറിയാവുന്ന ശങ്കരനാരായണൻ വിക്രത്തിന് അനുകൂലമായിട്ട് വാദിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും ദർശനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് കരുതുന്നെങ്കിലും അതൊന്നും ശങ്കരനാരായണന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദർശൻ ഹാജരാക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിക്രം ജയിലിലാവുകയാണ്. അതിനുശേഷം ശങ്കരനാരായണനും ശ്രീകാന്തും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റത്തില്ല. ഒളിവിൽ പോയ നിങ്ങളുടെ മകളെയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും ജഡമായിട്ട് എന്നൊക്കെ പറഞ്ഞ് ശങ്കരനാരായണനും ശ്രീകാന്തും തമ്മിൽ അങ്ങനെ ഒരു വാഗ്വാദം കോടതിയിൽ വെച്ച് നടക്കുന്നുണ്ട്. ആ സമയത്ത് മാഷും കമലമ്മയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ അടുത്തും പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ ജയിലായി, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകളെയും കൂടി ജീവനോടെ കാണാൻ പറ്റത്തില്ലെന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ മാഷ് ശ്രീകാന്തിനെ കൊല്ലാനായിട്ടൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും വന്ന് ശ്രീകാന്തിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. ആ സമയത്ത് ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എനിക്ക് ജീവനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിക്രത്തിനെ തിരിച്ചു കൊണ്ടുവരും, എൻ്റെ മകളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. നീ കരുതിയിരിക്കുന്ന പോലെ എല്ലാ സ്വത്തുക്കളും ഒറ്റയ്ക്ക് വെച്ച് അനുഭവിക്കാവുന്ന നീ ഒരിക്കലും കരുതണ്ട ശ്രീകാന്ത്. ചെയ്തു പോയ തെറ്റിന് ഞാൻ തന്നെ നിന്നെ ജയിലിൽ അടയ്ക്കുമെന്നൊക്കെ ശങ്കരനാരായണനും ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രീകാന്ത് അതിനെ ഒരുമാതിരി പുച്ഛത്തോടെ കൂടി അങ്ങ് ചിരിച്ചു തള്ളുകയാണ്. അതിനുശേഷം ജയിലിലാവുന്ന വിക്രം വലിയ വിഷമത്തിലാണ്. കാരണം കാണാൻ വരുന്ന കമലമ്മയോടും മാഷിനോടും എല്ലാം വേദയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. പക്ഷേ ആർക്കും വേദയെക്കുറിച്ച് ഒരറിവും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് മാഷ് പറയുന്നുണ്ട്, അവൾ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, അവൾ എവിടെയെങ്കിലും സുരക്ഷിതമായിരിക്കും, നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും വേദ നിന്നെ കാണാൻ എത്തിയിരിക്കുമെന്ന് മാഷ് വിക്രത്തിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ രാജേട്ടനും ഒക്കെ ജയിലിൽ കാണാൻ വരുന്ന സമയത്ത് വേദയെക്കുറിച്ച് പറയുന്നുണ്ട്. വേദയെക്കുറിച്ച് ഒരു അറിവുമില്ല, ഞങ്ങൾ എല്ലായിടത്തും വേദയെ അന്വേഷിച്ചു, പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ആ ശ്രീകാന്ത് എല്ലായിടത്തും ഗുണ്ടകളെ അയച്ചിട്ടുണ്ട് വേദയെ എവിടെ കണ്ടാലും കൊല്ലാനായിട്ട്. അതുകൊണ്ട് ഈ നാട്ടിൽ തന്നെ വേദ ഇല്ലെന്നാണ് അറിയുന്നതെന്ന് പറയും. എന്തായാലും നിങ്ങളൊന്ന് കരുതിയിരിക്കണം, അവൻ അനിയൻകുട്ടനെ കൊല്ലാനുള്ള ബുദ്ധി പോലും അവൻ്റെതാണ്. അതുകൊണ്ട് തന്നെ അവൻ തന്നെയാണ് വരുണിൻ്റെയും പുളിക്കൻ്റെയൊക്കെ മരണത്തിന് കാരണം. അവൻ ഇനി മറ്റാരെയും അപകടപ്പെടുത്തിക്കൂടാ, ഞാൻ ജയിലിലാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കണ്ണെപ്പോഴും അവൻ്റെ പുറകെ വേണം എന്നൊക്കെ പറയുന്നുണ്ട്. വാസവൻ സാറിന് ഒരു സംശയമുണ്ട് വരുണിൻ്റെ കൊലപാതകത്തിൽ. കാരണം ശ്രീകാന്താണെന്നുള്ള സംശയമുണ്ട്. ദീപ്തിമോൾ അന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വാസവൻ സാർ അയക്കുന്ന ഗുണ്ടകളും അവൻ്റെ പുറമേ ഉണ്ടെന്ന് പറയും. എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് കരുതിയിരിക്കണം എന്ന് വിക്രം രാജേട്ടനോട് പറയുന്നുണ്ട്. അതിനുശേഷം എങ്ങനെയും വിക്രത്തിനെ ജയിലിൽ ഇറക്കണമെന്ന് തന്നെയാണ് നമ്മുടെ മാഷും കമലമ്മയൊക്കെ ഇങ്ങനെ വക്കീലിനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ജയിലിലോട്ടൊരു പുതിയ വാർഡൻ വരികയാണ്. അത് നമ്മുടെ മാഷിനെയൊക്കെ അറിയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് വിക്രത്തിനെയും അറിയാം. അങ്ങനെ വിക്രത്തിനോടൊക്കെ വന്ന് സംസാരിക്കുന്നു. ആ സമയത്ത് വിക്രത്തിനോട് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് പറയും, സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചന്ദ്രശേഖരക്കുറുപ്പിൻ്റെ മരണത്തിന് കാരണം ഞാനല്ല, ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാൻ ജയിലിലായത് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ജയിലിൽ കിടക്കുന്ന എനിക്ക് വിഷമമില്ല, എനിക്ക് എൻ്റെ വേദയെ കണ്ടുപിടിക്കണം, അവളെ ആ ശ്രീകാന്ത് അപകടപ്പെടുത്തും, അവൻ സ്വത്തിനും പണത്തിനും വേണ്ടി അവൻ എന്തും ചെയ്യുന്നവനാ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിഷമിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറയും, നീ വിഷമിക്കേണ്ട, നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നിൻ്റെ ഭാര്യ നിൻ്റെ അടുത്ത് വരും എന്നൊക്കെ പറയും. വേദയെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും വിക്രം ആലോചിക്കുന്നത്. സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുക പോലും ചെയ്യുന്നുണ്ട് ശ്രീകാന്ത് വേദയെ അപകടപ്പെടുത്തുന്നതായിട്ട്. പക്ഷേ വേദ ഗർഭിണിയാണെന്നോ ഒരു കാര്യം പോലും നമ്മുടെ വിക്രത്തിന് അറിയത്തില്ലായിരുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയാണ്. വേദ എല്ലാവരും ഉപേക്ഷിച്ച് കോടതി വളപ്പിൽ വെച്ച് ദർശനോട് കാര്യങ്ങളെല്ലാം കണ്ട് സംസാരിക്കാമെന്ന് പറയുന്ന വേദ അവിടെ കാണുന്നത് ശ്രീകാന്തിൻ്റെ കൂടെ ദർശൻ വരുന്ന രംഗമാണ് കാണുന്നത്. അതിനുശേഷം വേദയ്ക്ക് ദർശൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അതിനുശേഷം വേദ പോകുന്നത് ഡൽഹിയിലോട്ടാണ്. ഡൽഹിയിൽ വേദ അവിടെ ട്രെയിൻ ഇറങ്ങുന്ന സമയത്ത് അവിടെ വെച്ച് വേദ തലകറങ്ങി വീഴുന്നുണ്ട്. അവിടെ വെച്ച് ഒരു പെൺകുട്ടി, വേദയുടെ അതേ പ്രായമുള്ള ഒരു പെൺകുട്ടി വേദയെ ഹോസ്പിറ്റലാക്കുന്നുണ്ട്. അതിനുശേഷം ആ പെൺകുട്ടി വേദയോട് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു. അങ്ങനെ വേദയുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും പറയുകയാണ്.
താൻ പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിക്കും. അതേ, ഞാൻ പ്രഗ്നൻ്റ് ആണ്, പക്ഷേ ഈ കാര്യം എൻ്റെ ഭർത്താവിന് പോലും അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നാട്ടിലോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, എൻ്റെ ഭർത്താവ് ജയിലിലാണ്, അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ എന്നെ അന്വേഷിച്ച് കൊല്ലാനായിട്ട് നടക്കുകയാണ്, എനിക്ക് എൻ്റെ കുഞ്ഞിനെ അദ്ദേഹം പുറത്തിറങ്ങുന്നവരെങ്കിലും സംരക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടിയാണ് വേദയ്ക്ക് എല്ലാവിധ ധൈര്യവും കൊടുക്കുന്നത്. അങ്ങനെ അവൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ വേദയും തുടർ പഠനത്തിനായിട്ട് ചേർക്കുന്നുണ്ട്. വേദയ്ക്ക് തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുമ്പോൾ അവർ തന്നെ അങ്ങനെ പഠിക്കാനുള്ള സാഹചര്യം ചെയ്തു കൊടുക്കും. താമസിക്കാൻ ആ കുട്ടിയുടെ കൂടെ താമസിപ്പിക്കും. അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട്. ദിവസങ്ങൾ കഴിയുന്തോറും വേദയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡെലിവറി സമയമാവാറാവുന്നു, ഏകദേശം 8 മാസത്തോളം ആവാറാവുന്നു. ആ സമയത്ത് ആ കുട്ടിയോട് വേദ പറയുന്നുണ്ട്, എനിക്ക് ഇനിയെങ്കിലും നാട്ടിൽ പോകണം, കാരണം വിക്രം ജയിലിൽ ഇറങ്ങുന്ന സമയമാവുന്നുണ്ട്. വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ എനിക്ക് അവിടെ പോകണം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രമാണ് ഇത്രയും നാളും ഒളിച്ചു നിന്നത്. എൻ്റെ കുഞ്ഞിനെ അയാളുടെ കയ്യിൽ കിട്ടരുത്, കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എൻ്റെ കുഞ്ഞിനെ പോലും കൊന്നുകളയും, അത്ര ദുഷ്ടനാണ് എന്നൊക്കെ ശ്രീകാന്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ വിക്രത്തിനും വേദയെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് വിക്രത്തിൻ്റെ മനസ്സ് നിറയെ. അതിനിടയ്ക്ക് നമ്മുടെ സ്വാതി എന്ന് പറയുന്ന പുതിയൊരു കഥാപാത്രം കൂടി നമ്മുടെ പവിത്രം സീരിയലിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായിട്ടാണ് ആ കുട്ടിയെ കാണിക്കുന്നത്. അങ്ങനെ കുറച്ച് ഗുണ്ടകളിൽ നിന്ന് ആ പെൺകുട്ടിയെ അവളുടെ ഭർത്താവായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ വേദ തിരിച്ച് 8 മാസം ഗർഭിണിയായ വേദ നാട്ടിലോട്ട് വരികയാണ്. അങ്ങനെ ഡെലിവറി പെയിനോട് സംബന്ധിച്ച് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മുടെ കമലമ്മയും ഹോസ്പിറ്റലിൽ ചെയ്യുന്നത്. കാരണം വിക്രത്തിനെയും വേദയെയും കുറിച്ച് ആലോചിച്ച് നല്ല ടെൻഷനായിട്ട് പെട്ടെന്ന് തീരെ വയ്യാതാവുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വേദ അവിടെ വെച്ച് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയാണ്. അപ്പോൾ അതിനുശേഷം ആ പെൺകുഞ്ഞിനെ ശ്രീകാന്തിൻ്റെ അടുത്ത് നിന്ന് മറച്ചു വെക്കുകയാണ് വേദ. ശ്രീകാന്ത് ജയിലിലാവുന്ന സമയം വരെ ആ കുഞ്ഞിനെ ആരും കാണാതെ ഒളിപ്പിച്ച് വെക്കണം. ശ്രീകാന്ത് അറിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനെയും വേദ ഇല്ലാതാക്കുമെന്ന് തെളിവില്ലാതെ തന്നെ ഇല്ലാതാക്കുമെന്നുള്ള കാര്യം വേദയ്ക്ക് അറിയാമായിരുന്നു. കള്ളത്തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിക്രം ജയിലിലായതെന്നും വേദയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ വേദയെ എങ്ങനെയെങ്കിലും വേദ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും വിക്രത്തിനെ പുറത്തിറങ്ങണം, വിക്രം പുറത്തിറങ്ങിയ ശേഷം മാത്രമേ കുഞ്ഞിനെ പോലും എല്ലാവരും കാണാവൂ എന്നുള്ള ഒരു തീരുമാനത്തിൽ വേദ എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്ന സീസൺ 2 കാണാൻ പോകുന്നത്. അങ്ങനെ ശ്രീകാന്തിൻ്റെ അന്ത്യം കുറിക്കാനായിട്ട് വേദ കുഞ്ഞുമായി നാട്ടിലോട്ട് തിരിച്ചെത്തുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളായിട്ട് നമ്മൾ ജൂലൈ 14 തൊട്ട് പവിത്രം സീസൺ 2 കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.